ജനിതകമായ രോഗങ്ങളല്ലാതെ ഇത്തരം മരണങ്ങളിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ ജീവിതശൈലിയിലെ തകരാറുകളാണ്. അവയിൽ പ്രധാനപ്പെട്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ഭക്ഷണം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം. ഗുഡ് ലൈഫിൽ ഇനി ഗുഡ് ഫുഡ്. ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് വൈറ്റമിൻ എ ഇതൊക്കെ, അതായത് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഫാറ്റ് കുറയ്ക്കുകയും വേണം. ഫാറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേക്കറി ഐറ്റംസ് വറുത്ത് പൊരിച്ചുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ നിയന്ത്രിച്ച് പോവുകയോ ചെയ്യണം. ഇപ്പം പിന്നെ വേണ്ട കൊളസ്ട്രോൾ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങൾ. കൊളസ്ട്രോൾ കൂടുതൽ വരുന്നതെന്ന് പറയുമ്പോൾ നോൺ വെജ് ഐറ്റംസാണ്. നോൺ വെജിൽ റെഡ് മീറ്റ്സ് കഴിവതും ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനങ്ങൾ കഴിവതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ചിക്കൻ പോലത്തെ സാധനങ്ങൾ തൊലി കളഞ്ഞ് എണ്ണ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ദോഷം വരിക. അതുപോലെ തന്നെ ഒരു കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ പൂർണ്ണമായിട്ടും കഴിവതും ഈ കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, കാരണം അല്ലാതെ തന്നെ നമ്മൾക്ക് ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ കിട്ടുന്നുണ്ട്. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്, മത്സ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തു നിന്നൊക്കെ നമ്മൾക്ക് വേണ്ട കൊളസ്ട്രോൾ കിട്ടും. പിന്നെ അമിതമായിട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ റെഡ് മീറ്റ്സ്, മുട്ടയുടെ മഞ്ഞക്കരു, ഇങ്ങനെ വറുത്തു പൊരിച്ച സാധനങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മൾ മലയാളികൾ ആരോഗ്യത്തെക്കുറിച്ച് അറിവുള്ളവരാണ്, പക്ഷേ പലപ്പോഴും പ്രാവർത്തികമാക്കാറില്ല എന്ന് മാത്രം. എന്നാൽ പോലും നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും ഇപ്പോൾ വ്യായാമത്തിനായി കൃത്യമായി സമയം മാറ്റിവെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജിമ്മുകളുടെയും ഹെൽത്ത് ക്ലബ്ബുകളുടെയും ഒക്കെ എണ്ണത്തിലെ പെരുപ്പം അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥകൾക്ക് ചേരുന്ന വ്യായാമം തിരഞ്ഞെടുക്കാൻ എപ്പോഴും ഒരു വിദഗ്ധാഭിപ്രായം ആവശ്യമാണ്. ഗുഡ് ലൈഫിൽ ഇനി ഫിറ്റ്നസ്. ഇന്ന് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ യൂജീൻ ബ്രൗൺവാൾഡ്. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിന് പലപ്പോഴും ആ റീഹാബിലിറ്റേഷന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്നത് വെയ്റ്റ് ട്രെയിനിങ് ആണ്. സോ വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹെവി ലിഫ്റ്റിംഗ്, ഒരു 100 കിലോയെങ്കിലും എടുത്ത് പൊക്കുക, അങ്ങനെയൊക്കെ ഒരു ധാരണയാണ്. ഒരിക്കലും അത് അങ്ങനെയല്ല. വെയ്റ്റ് ട്രെയിനിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ഫോർ ദ ഹാർട്ട്. പണ്ട് പലപ്പോഴും ഹാർട്ടിന് എന്തെങ്കിലും ഒരു എക്സസൈസ് വേണമെന്ന് പറഞ്ഞാൽ ഓടാൻ പോവുക, സൈക്കിൾ ചെയ്യുക, നീന്തൽ, അങ്ങനെ എയറോബിക് എന്ന് വിശേഷിപ്പിക്കുന്ന ചില എക്സസൈസ് ഉണ്ടായിരുന്നു. ഇന്ന് എയറോബിക് എക്സസൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഹാർട്ടിനും കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ് എല്ലാം കിട്ടുന്ന, അറ്റ് ദ സെയിം ടൈം എല്ലാ മസിലിനും ഒരേപോലെ സ്ട്രെങ്തനിങ്, ടോണിങ് ഒക്കെ കിട്ടുന്ന ഒരേ ഒരു എക്സസൈസേ ഉള്ളൂ വെയ്റ്റ് ട്രെയിനിങ്. ഹാർട്ട് പേഷ്യൻ്റ് അല്ലാത്ത ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ചെയ്യേണ്ട ചില ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ഉണ്ട്. സോ എത്ര സമയമില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായാലും ഒരു 15 മിനിറ്റ് നീക്കി വെച്ചേ പറ്റുള്ളൂ. സോ ആദ്യത്തെ എക്സസൈസ് കാലിന് വേണ്ടിയുള്ള എക്സസൈസാണ്. ഹീല് പൊക്കാതെ കാലിലെ പാദം നന്നായിട്ട് ഉറപ്പിച്ച് പതുക്കെ ഇരുന്നിട്ട് പതുക്കെ എണീക്കുക. സോ 15 ടൈംസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാലടുപ്പിച്ച് വെക്കുക. എന്നിട്ട് കാലിലോട്ട് തൊടാമോ എന്ന് നോക്കുക. തൊടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എത്രയും കുനിയാൻ പറ്റുന്നു അത്രയും നിന്നിട്ട് കൈ മാത്രം മുകളിലേക്ക് ഉയർത്തുക. പതുക്കെ ഇന്ന് വരിക. അടുത്തത് പുഷപ്സ് എന്ന് പറഞ്ഞൊരു എക്സസൈസ്. പുഷപ്സ് പലർക്കും അറിയാവുന്നൊരു എക്സസൈസ് ആയിരിക്കും. നിലത്ത് കിടന്നിട്ട് കൈ ഏകദേശം ഷോൾഡർ വിഡ്ത്തിൽ, ആ ഒരു വിഡ്ത്ത് അനുസരിച്ച് മാറ്റി വെക്കുക. ചെസ്റ്റ് ഒന്ന് നിലത്തോട്ട് തൊടിയിച്ചിട്ട് പതുക്കെ പൊങ്ങാൻ നോക്കുക. ഈ സമയത്ത് തല മുമ്പിലോട്ട് നോക്കുക. 15 പ്രാവശ്യം ഇങ്ങനെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കുക. എന്നിട്ട് ഒരു കാല് മുട്ടുമടക്കാതെ മുകളിലോട്ട് പൊക്കാനായിട്ട് നോക്കുക. ഈ സമയത്ത് നമ്മുടെ ഹിപ്സും ടോർസോ ഒന്നും ഓരോ സൈഡിൽ ഷിഫ്റ്റ് ചെയ്യരുത്. എപ്പോഴും കാല് മുകളിലോട്ടൊന്ന് പൊക്കുക, പതുക്കെ താഴ്ക്കുക. ഓരോ കാലിലും 15 പ്രാവശ്യം വെച്ച് എക്സസൈസ് ചെയ്യുക. ഇത് 15 പ്രാവശ്യം ചെയ്തതിന് ശേഷം വയറിനുള്ളൊരു എക്സസൈസാണ്. തിരിഞ്ഞ് കിടക്കുക.
എന്നിട്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാലിൻ്റെ മുട്ട് മടക്കി വെച്ചിട്ട് പലരും തെറ്റായിട്ടാണ് ചെയ്യാറ്, മുഴുവൻ മുകളിലോട്ട് എണിക്കാൻ നോക്കും. ഒന്ന് ഷോൾഡറും തലയും മാത്രം പൊക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു 15 ടൈംസ്. വീണ്ടും എണീച്ച് നിൽക്കുക, കാല് നന്നായിട്ട് വൈഡായിട്ട് വെച്ചിട്ട് ഓരോ കാൽപാദം മറ്റ് കൈ കൊണ്ട് ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് തൊടാനായിട്ട് നോക്കുക. ഓരോ സൈഡിലേക്കും 15 പ്രാവശ്യം വീതം ഈ എക്സസൈസ് ചെയ്യും. സോ ഇത്രയും എക്സസൈസാണ് ഒരു റൗണ്ട്. ഇങ്ങനെ ദിവസവും ഒരു 5 റൗണ്ടെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. ആയുസ്സിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അറിവുകളിലും ധാരണകളിലും ചില മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും ആവശ്യമാണ്. അതിനാവശ്യമായ വിവരങ്ങളുമായി ഗുഡ് ലൈഫിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.